നമസ്കാരം. സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. സാറേ, എനിക്ക് പ്രമേഹമുണ്ട്, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ പ്രമേഹ രോഗിയാണ്, ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് ഉദ്ധാരണമില്ല, എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഉദ്ധാരണക്കുറവ് വന്നത് പ്രമേഹ രോഗം കൊണ്ടാണോ? ആയിരിക്കാം. അതിനെപ്പറ്റി ആ ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു പഠനം അവതരിപ്പിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് ഫോർ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഇൻ ഡയബറ്റീസ് മെല്ലിറ്റസ്, എ സിസ്റ്റമാറ്റിക് റിവ്യൂ ആൻഡ് മെറ്റാ അനാലിസിസ്. ലോകത്ത് സമീപകാലത്ത് നടന്നിരുന്ന 58 ഗവേഷണ പ്രബന്ധങ്ങളെ പഠിച്ചിട്ടാണ് ഈ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്. 66,925 രോഗികളിൽ നടത്തിയ വിവിധ പഠനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് മെറ്റാ അനാലിസിസ് നടത്തിയിട്ട് ചെയ്ത ഒരു പഠനമാണിത്. അതിൽ ഇവർക്കെല്ലാം ഈ എല്ലാ 66,925 രോഗികളും പ്രമേഹ രോഗികളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിലെ പഠനത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളത്. ആ പഠനത്തിൻ്റെ കൺക്ലൂഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ കൺക്ലൂഷനെ ഞാനൊന്ന് ചുരുക്കി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ED ഐഡൻറ്റിഫൈഡ് ഇൻ മെൻ വിത്ത് DM. ഇവരെല്ലാവരും, ഇത്രയും രോഗികൾ പ്രമേഹ രോഗികളായിരുന്നു. അവർക്ക് ഉദ്ധാരണക്കുറവും അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ പ്രമേഹ രോഗികളിൽ ഉദ്ധാരണക്കുറവ് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചുരുക്കത്തിൽ ഈ പഠനത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതിൽ വ്യക്തിയുടെ പ്രായം കൂടി വരുന്നതനുസരിച്ചിട്ട് ഉദ്ധാരണക്കുറവ് വരാനുള്ള ചാൻസ് കൂടുന്നു. 40 വയസ്സിൽ പ്രമേഹമുള്ള രോഗികൾക്ക് ഉദ്ധാരണക്കുറവ് വരുന്നതിനേക്കാളും പെട്ടെന്ന് 50-60 വയസ്സാകുമ്പോഴേക്കും ഉദ്ധാരണക്കുറവ് വരാൻ ചാൻസ് ഉണ്ട്. പ്രമേഹ രോഗികളിൽ മറ്റുള്ളവരിൽ ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നതിനേക്കാളും 10 മുതൽ 15 വർഷം മുൻപേ തന്നെ ഉദ്ധാരണക്കുറവ് വരുന്നു. ഇനി നമ്മൾ പ്രമേഹം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പലരും പോയിട്ട് പറയും, സാറേ എൻ്റെ ടെസ്റ്റ് കറക്റ്റാണ്, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കുത്തിയെടുത്ത് നോക്കിയതാണത്, കൃത്യമാണ്, കുഴപ്പമൊന്നുമില്ല. ശരിയാണ് സുഹൃത്തെ, നിങ്ങളുടെ ഷുഗർ ഇന്നത്തെ 120 കാപ്പി കുടിക്കുന്നതിന് മുമ്പ് ആ മെഷീൻ എടുത്തൊരു കുത്തും കുത്തി നോക്കിയപ്പോൾ 120 ഉള്ളൂ. ശരിയാണ്, ഒരു സംശയമില്ല, നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. പക്ഷേ ഈ നോക്കിയ റിസൾട്ടിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചു. നിങ്ങൾ ഒരു ഇഡലി തിന്നിട്ടാണ് നോക്കുന്നതെങ്കിൽ ഷുഗർ 120 ആയിരിക്കും. 5 ഇഡലി തിന്നിട്ടാണ് നോക്കുന്നതെങ്കിൽ ഷുഗർ 300 ആയിരിക്കും. ഇനി കറക്റ്റ് 8 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് 9 മണിക്കാണ് ഷുഗർ നോക്കുന്നതെങ്കിൽ ഷുഗർ 300 ആയിരിക്കും. 10 മണിക്കാണ് നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ 120 ആയിരിക്കും. അപ്പോൾ നമ്മൾ എത്ര അളവ് ഭക്ഷണം കഴിച്ചു, ഈ കഴിച്ചതിന് ശേഷം എത്ര മണിക്കൂർ അല്ലെ എത്ര സമയത്തിന് ശേഷമാണ് ഷുഗർ നോക്കിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈ നിങ്ങൾ നോക്കുന്ന റാൻഡം ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ PPBS ഇത്തരം മെഷർമെൻറ്റിൻ്റെ ഒക്കെ തന്നെ അളവുകൾ റിസൾട്ട് കിട്ടുമ്പോൾ വ്യത്യാസം വരും. അതേസമയം ശരീരത്ത് ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് HbA1c എന്ന് പറയുന്ന ടെസ്റ്റാണ്. ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് സാധാരണഗതിയിൽ രാവിലെയും വൈകിട്ടും 2 തവണ ടെസ്റ്റ് എടുത്താൽ 2 വാല്യൂ കിട്ടില്ല, 1 വാല്യൂ കിട്ടുള്ളൂ. നിങ്ങൾ 4 ലാബിൽ പോയിട്ട് HbA1c ടെസ്റ്റ് ചെയ്താൽ 4 സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളാണെങ്കിൽ ആ ലാബുകളുടെ റിസൾട്ട് ഒന്നായിരിക്കാം. ചിലപ്പോൾ ഒരു 0.1 അല്ലെങ്കിൽ 0.2ൻ്റെ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം, അതിൽ കൂടുതൽ വേരിയേഷൻ വരില്ല. നിങ്ങൾ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ടെടുത്താലും പട്ടിണി ഇരുന്നിട്ടെടുത്താലും HbA1c 8.1 കിട്ടിയാൽ അത് 8.1 തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു മെഷർ HbA1c ആണ്. ഈ HbA1c 6ൽ താഴെയാണ് നോർമൽ. ഷുഗറുള്ള പ്രമേഹ രോഗികൾ അതിനുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 7ൽ താഴെ നിർത്താൻ പറ്റണം. ഇത് HbA1c എത്ര കൂടുന്നോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ചിലരുടെ HbA1c നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ 15 ആയിരിക്കാം, ചിലരുടെ 12 ആയിരിക്കാം, 10 ആയിരിക്കാം. എനിഹോ 8.1 8.1 മുകളിലാണ് നിങ്ങളുടെ HbA1c എങ്കിൽ അത് വളരെ കൂടുതലാണ്. അതിനർത്ഥം കഴിഞ്ഞ 3 മാസമായിട്ട് നിങ്ങളുടെ പ്രമേഹ രോഗം കൺട്രോളിലല്ല എന്നാണ്. അങ്ങനെ ഈ HbA1cയുടെ ലെവൽ കൂടുതലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഉദ്ധാരണക്കുറവ് വരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഈ പഠനത്തിൽ കണ്ടത്. 66,000-ൽ പരം രോഗികളിൽ നടത്തിയ പഠനമാണ് ഈ പറയുന്നത്. പിന്നെ ഡ്യൂറേഷൻ ഓഫ് DM. നിങ്ങളുടെ പ്രമേഹ രോഗം തുടങ്ങിയിട്ട് 1-2 വർഷമായിട്ടുള്ളെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 10-15 വർഷമായെങ്കിൽ ഉദ്ധാരണക്കുറവ് ഉറപ്പായിട്ടും വരും. അപ്പം പ്രമേഹ രോഗം ഉണ്ടായിരുന്ന കാലയളവ് എത്ര കൂടുന്നു അതനുസരിച്ചിട്ട് ഉദ്ധാരണക്കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി, പ്രമേഹ രോഗം വർദ്ധിച്ചിട്ട് നിങ്ങളുടെ നെർവുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. കാല് അടിയിൽ മരവിപ്പ്, കാലിന് പാദത്തിൽ മരവിപ്പ്, അല്ലെങ്കിൽ എനിക്ക്
അവിടെ ടച്ച് ചെയ്യുമ്പോൾ സെൻസേഷൻ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ന്യൂറോപ്പതി ബാധിച്ചു എന്നർത്ഥം. അങ്ങനെ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതിയൊക്കെ ബാധിച്ച വ്യക്തികളിൽ എത്രയും പെട്ടെന്ന് ഉദാഹരണക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിൻ്റെ കാഴ്ചയെ പ്രമേഹ രോഗം ബാധിച്ചു, നിങ്ങൾക്ക് ഉദാഹരണക്കുറവ് വരാൻ ചാൻസ് ഉണ്ട്. ഡയബറ്റിക് ഫുഡ്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കാലിൽ സ്പർശനം അനുഭവപ്പെടുന്നില്ല, മരവിപ്പ്, തരിപ്പ് ഒക്കെ അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് ഉദാഹരണക്കുറവ് വരാൻ ചാൻസ് ഉണ്ട്. കാർഡിയോവസ്കുലാർ ഡിസീസ്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉദാഹരണക്കുറവ് ആ കൂട്ടത്തിൽ വരും. ഹൈപ്പർ ടെൻഷൻ, ഇതോടൊപ്പം ഒരു കൊലയിലെ തേങ്ങ എന്ന് പറഞ്ഞ പോലെ പ്രമേഹമുള്ളവർക്ക് പിന്നാലെ പ്രഷർ വരും, കൊളസ്ട്രോൾ വരും, ഇതെല്ലാം ഒന്നിച്ച് വരും. അപ്പോൾ പ്രഷറും കൂടിയുള്ളവർക്ക് ഉദാഹരണക്കുറവ് വരാൻ ചാൻസ് കൂടുതലാണ്. മൈക്രോ വസ്കുലാർ ഡിസീസ്, ഏതെങ്കിലും സ്ട്രോക്ക് അല്ലെങ്കിൽ തുടങ്ങിയ വസ്കുലാർ ഡിസീസുകളൊക്കെ വരുന്നവർക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരാം. നെഫ്രോപ്പതി, കിഡ്നിയുടെ പ്രവർത്തനത്തെ ഷുഗർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, സിറം ക്രിയേറ്റിനൊക്കെ കൂടി കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണക്കുറവ് വരാൻ ചാൻസ് കൂടുതലാണ്. വിഷാദ രോഗമുള്ളവരിൽ ഉദാഹരണക്കുറവ് വരാൻ ചാൻസ് കൂടുതലാണ്. മെറ്റബോളിക് സിൻഡ്രോം, ഈ പറഞ്ഞ പല സിൻഡ്രോംസ് ചേർന്നതാണ് മെറ്റബോളിക് സിൻഡ്രോം. ഒബിസിറ്റി, ഡിസ്ലിപ്പിഡീമിയ, ഷുഗർ, ഇതെല്ലാം ഒന്നിച്ചു വരുന്നൊരു കാര്യമാണ്. ഡയോററ്റിക് ട്രീറ്റ്മെൻറ്റ്, ഇതിനുള്ള ചില ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വ്യക്തികൾ, ഇത്തരം കോംപ്ലിക്കേഷൻസ് എല്ലാമുള്ള പ്രമേഹ രോഗികളിൽ ഉദാഹരണക്കുറവ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതെല്ലാം ഉദാഹരണക്കുറവിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും അധികം വേണ്ടത് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രമേഹത്തെ കൺട്രോൾ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് ഉദാഹരണക്കുറവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉദാഹരണക്കുറവ് വരാം, ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഉദാഹരണക്കുറവ് വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുക്കുക. വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് അടിയന്തരമായിട്ട് ചികിത്സ തേടുക. ഇനി മറ്റൊന്നുകൂടി പറയട്ടെ, ഉദാഹരണക്കുറവുള്ള പല രോഗികളും ഇവിടെ വന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് പ്രമേഹമുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാർഡിയോവസ്കുലാർ ഡിസീസ് ഉണ്ട്, മറ്റ് പല അസുഖങ്ങളും ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് പലപ്പോഴും ഞങ്ങളാണ്. അപ്പോൾ ഉദാഹരണക്കുറവ് വന്നാൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് അതിന് ചികിത്സ തേടേണ്ടത് ഏറ്റവും നന്നായിരിക്കും.